ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് മൂന്നാം T20 മത്സരത്തിൽ ഇംഗ്ലീഷ് ഓപ്പണർമാർ കത്തിക്കയറുന്നതിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത്. ജാമി സ്മിത്തും ബെൻ ഡക്കറ്റും ചേർന്ന് വിൻഡീസ് ബോളർമാരെ സദാപ്റ്റനിൽ പഞ്ഞിക്കിട്ടതോടെ തകർന്നു വീണത് ഗെയിലിന്റെ റെക്കോർഡാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ഇൻഡീസിന്റെ ഓപ്പണിംഗ് ജോഡിയായ ക്രിസ് ഗെയിലും ആൻഡ്രെ ഫ്ലെച്ചറും ചേർന്ന് സ്ഥാപിച്ച റെക്കോർഡാണ് ഡക്കറ്റും ജാമി സ്മിത്തും ചേർന്ന് തകർത്തത്. മത്സരത്തിൽ 37 റൺസിന്റെ ഗംഭീര വിജയം നേടിയ ഇംഗ്ലണ്ട് 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര തൂത്തുവാരുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനായി ഓപ്പണിംഗ് വിക്കറ്റിൽ 8.5 ഓവറിൽ 120 റൺസാണ് ബെൻ ഡക്കറ്റും ജാമി സ്മിത്തും ചേർന്ന് നേടിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന T20 മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ 100 റൺസ് നേടുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന റെക്കോർഡാണ് ഈ കളിക്കിടെ ഇംഗ്ലീഷ് ജോഡി സ്വന്തമാക്കിയത്. 2009 T20 ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ ക്രിസ് ഗെയിലും ആൻഡ്രെ ഫ്ലെച്ചറും ചേർന്ന് സ്ഥാപിച്ചതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡ്. ഇംഗ്ലണ്ടിൽ 13 മുകളിൽ റൺ റേറ്റിൽ 100 റൺസ് നേടുന്ന ആദ്യ ഓപ്പണിംഗ് കൂട്ടുകെട്ടായും ഈ ഇംഗ്ലീഷ് ജോഡി മാറി. ഇതുവരെ 3 ഓപ്പണിംഗ് ജോഡികൾക്കാണ് ഇംഗ്ലണ്ടിൽ നടന്ന T20 മത്സരത്തിൽ 100 റൺസിന്റെ കൂട്ടുകെട്ട് നേടാനായിട്ടുള്ളത്. ബെൻ ഡക്കറ്റ്, ജാമി സ്മിത്ത്, ക്രിസ് ഗെയിൽ, ആൻഡ്രെ ഫ്ലെച്ചർ ജോഡികൾക്ക് പുറമെ പാകിസ്ഥാന്റെ ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ കൂട്ടുകെട്ടാണ് ഈ നേട്ടം കൈവരിച്ചവർ. 2021 ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു പാക് ജോഡിയുടെ ഗംഭീര പ്രകടനം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് വേണ്ടി ബെൻ ഡക്കറ്റ് 46 പന്തിൽ 84 റൺസും ജാമി സ്മിത്ത് 26 പന്തിൽ 60 റൺസും നേടി. 10 ഫോറുകളും 2 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഡക്കറ്റിന്റെ ഇന്നിങ്സ്. 4 ഫോറുകളും 5 സിക്സറുകളുമാണ് സ്മിത്ത് അടിച്ചുകൂട്ടിയത്. അൽസാരി ജോസഫും റൊമാരിയോ ഷെഫേർഡുമാണ് വിൻഡീസ് ബോളിംഗ് നിരയിൽ ഏറ്റവും അധികം റൺസ് വാങ്ങിക്കൂട്ടിയത്. ജോസഫ് 4 ഓവറിൽ 60 റൺസും ഷെഫേർഡ് 2 ഓവറിൽ 39 റൺസും വഴങ്ങി. ഒരു വിൻഡീസ് ബൗളറുടെയും ഇക്കണോമി 10-ന് താഴെയല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇംഗ്ലണ്ടിനായി 3-ാം നമ്പറിൽ കളിച്ച ജോസ് ബട്ട്ലർ 10 പന്തിൽ 22 റൺസും ഹാരി ബ്രൂക്ക് 22 പന്തിൽ 35 റൺസും ജേക്കബ് ബെത്തൽ 16 പന്തിൽ 36 റൺസും നേടി. 20 ഓവർ അവസാനിക്കുമ്പോൾ 248-ന് 3 എന്ന പടുകൂറ്റൻ സ്കോറായിരുന്നു ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നത്. 249 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസിന്റെ മറുപടി 211-ന് 8 എന്ന നിലയിൽ അവസാനിച്ചു. 45 പന്തിൽ 79 റൺസ് നേടിയ റോമാൻ പവലാണ് വിൻഡീസ് നിരയിലെ ടോപ്പ് സ്കോറർ. ഷായ് ഹോപ്പ് 45 റൺസും ഹെറ്റ്മെയർ 26 റൺസും നേടി. ഇംഗ്ലണ്ടിനായി ലൂക്ക് വുഡ് 3 വിക്കറ്റുകളും ആദിൽ റഷീദ് 2 വിക്കറ്റുകളും വീഴ്ത്തി. ബെൻ ഡക്കറ്റാണ് മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്ലെയർ ഓഫ് ദി സീരീസായി ജോസ് ബട്ട്ലറും തെരഞ്ഞെടുക്കപ്പെട്ടു. 3 മത്സരങ്ങളിൽ നിന്ന് 165 റൺസ് നേടിയ ബട്ട്ലറാണ് T20 പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് നേടിയത്. ആദ്യ T20 മത്സരത്തിൽ ബട്ട്ലർ 59 പന്തിൽ 96 റൺസ് നേടി പുറത്തായിരുന്നു. ആ മത്സരത്തിൽ 21 റൺസിനും 2-ാം T20യിൽ 4 വിക്കറ്റുകൾക്കുമായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയം. T20 പരമ്പരയ്ക്ക് മുമ്പ് നടന്ന ഏകദിന പരമ്പരയിലും 3-0 ഇംഗ്ലണ്ട് വിജയിച്ചിരുന്നു. ഇനി ജൂൺ 20 മുതൽ ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയാണ് ഇംഗ്ലണ്ടിനെ കാത്തിരിക്കുന്നത്.